ഈ വീഡിയോയിൽ നമ്മൾ ബ്ലൂടൂത്ത് സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബ്ലൂടൂത്ത് ടെക്നോളജി എന്ന്. നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ബ്ലൂടൂത്ത് ടെക്നോളജി അവൈലബിൾ ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു കേബിളിൻ്റെ സഹായമില്ലാണ്ട് ബ്ലൂടൂത്ത് ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ കോസ്റ്റൊക്കെ വളരെ ചീപ്പാണ്, വളരെ കുറച്ച് പവറാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്ന റേഡിയോ റേഞ്ച് 2.4 GHz ആണ്. അതുപോലെ തിയററ്റിക്കലി ബ്ലൂടൂത്ത് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം ബാൻഡ് വിഡ്ത്ത് 1 MB/s ആണ്, 1 Mbps. അതുപോലെ തന്നെ നമ്മൾ അധികമൊന്നും കാണാത്ത ഒരു കാര്യമാണ്, നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസ് യൂസ് ചെയ്ത് ഒരു അഡ്ഹോക്ക് നെറ്റ്വർക്ക്, അതായത് ഒരു ടെമ്പററി നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിന് പൈക്കോനെറ്റ് എന്നാണ് പറയുന്നത്. ഒരു ഡിവൈസ് മാസ്റ്ററായിട്ട് ആക്ട് ചെയ്യും, ബാക്കി ഡിവൈസ് എല്ലാം സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യും. കുറേ നാളുകൾക്ക് മുന്നെയൊക്കെ ഒരു കോൺഫറൻസ് റൂമിൽ ഒരു അഡ്ഹോക്ക് നെറ്റ്വർക്കൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് 10 മീറ്റർ താഴെയാണ്. സോ പൈക്കോനെറ്റിൽ 1 മാസ്റ്റർ ആൻഡ് അപ് ടു 7 സ്ലേവ്സ് പോസിബിൾ ആണ്. നൗ കമ്മിങ് ടു ബ്ലൂടൂത്ത് സെക്യൂരിറ്റി. ബ്ലൂടൂത്ത് സെക്യൂരിറ്റി 3 ലെവലാണുള്ളത്. ഒന്ന് ഓതൻറ്റിക്കേഷൻ, 2 കോൺഫിഡൻഷ്യാലിറ്റി, തേർഡ് വൺ ഓതറൈസേഷൻ. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഡിവൈസസ്, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ ഓതൻറ്റിക്കേഷൻ. ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ ഓതറൈസ്ഡ് യൂസേഴ്സ് മാത്രമാണ് ആ ബ്ലൂടൂത്ത് ടെക്നോളജി ഷെയർഡ് ഡാറ്റ ആക്സസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. ഇതിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് 1 നിന്ന് ഡിവൈസ് 2ലേക്ക് സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ പ്രൊട്ടക്ഷൻ. എൻക്രിപ്റ്റഡ് ആണോ, ഒരു ഹാക്കർ അത് ഹാക്ക് ചെയ്യോ എന്നുള്ള കാര്യം. ഇനി സെക്യൂരിറ്റി മോഡ്, 3 മോഡുണ്ട്. സെക്യൂരിറ്റി മോഡ് 1, 2 and 3. മോഡ് 1 മീൻസ് നോ സെക്യൂരിറ്റി അറ്റ് ഓൾ. മോഡ് 2 മീൻസ് സർവീസ് ലെവൽ സെക്യൂരിറ്റി is offered. സർവീസ് ലെവൽ സെക്യൂരിറ്റി മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓതൻറ്റിക്കേഷൻ, കോൺഫിഗറേഷൻ ആൻഡ് ഓതറൈസേഷൻ. ഇപ്പോൾ എന്താണ് ഇല്ലാത്തത്? ഇവിടെ എൻക്രിപ്ഷൻ ഇല്ല. ഓക്കെ, ബട്ട് വെൻ ഇറ്റ് ടോക്സ് അബൌട്ട് സെക്യൂരിറ്റി മോഡ് 3, ലിങ്ക് ലെവൽ സെക്യൂരിറ്റി ആണ്. അതിൽ ഈ ഓതൻറ്റിക്കേഷനും കോൺഫിഗറേഷനും ഓതറൈസേഷനും ഒക്കെ കൂടാണ്ട് എന്താണ്, ഒരു ഷെയർഡ് കീ, ഒരു സീക്രട്ട് ഷെയർഡ് കീ ഡിവൈസ് 1 ആൻഡ് ഡിവൈസ് 2 ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻക്രിപ്റ്റഡ് ഡാറ്റ ആയിരിക്കും 2 ഡിവൈസും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പം 3 മോഡ് ഓഫ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഉണ്ട്. നൗ പ്രോട്ടോകോൾസ്. കമ്മിങ് ടു പ്രോട്ടോകോൾസ് ഇൻ ബ്ലൂടൂത്ത്. എങ്ങനെയാണ് അത് ഈ പ്രോസസ്സിൻ്റെയൊക്കെ നടക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് ഇസ് ജനറേഷൻ ഓഫ് യൂണിറ്റ് കീ, then generation of initialization key, then combination key, 4th step authentication, 5th step generation of encryption key, generation of key stream, 7th step encryption of data. സോ ഈ ഏത് മോഡാണ് അനുസരിച്ചിട്ടായിരിക്കും ഈ സ്റ്റെപ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. മോഡ് 3 ആണെങ്കിൽ എല്ലാ സ്റ്റെപ്സും നമുക്ക് വേണ്ടി വരും. ഇതിൽ നമുക്ക് കാണാം യൂണിറ്റ് കീ, ഇനിഷ്യലൈസേഷൻ കീ, കോമ്പിനേഷൻ കീ. അധികവും നമ്മുടെ കീ ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സ്റ്റെപ്സാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ജനറേഷൻ ഓഫ് യൂണിറ്റ് കീ. ഒരു ഡിവൈസ് ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യാണ്. ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുമ്പോഴാണ് യൂണിറ്റ് കീ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസിന് ഒരു അഡ്രസ്സ് ഉണ്ട്, ഒരു 48 ബിറ്റ് അഡ്രസ്സാണ്. അതുപോലെ തന്നെ ഒരു റാൻഡം നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്, 128 ബിറ്റ്. അൽഗോരിതം E21 അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഒരു യൂണിറ്റ് കീ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് കീ 128 ബിറ്റ് ആണ്. ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ഫസ്റ്റ് ടൈം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് യൂണിറ്റ് കീ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഒരു സെമി പെർമനൻറ്റ് കീ ആണ്. ഈ കീ തന്നെയാണ് ഇനി ഉള്ള എല്ലാ കണക്ഷനും യൂണിറ്റ് കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Now step 2 is generation of initialization key. So it is clear from here we have a device 1 and 2, and initialization key is generated using E22 algorithm. It has got 3 input parameters. So what is initialization key? Initialization key is used as the link key during the initialization process. So where is it used?
The initialization parameters are encrypted using the initialization key and transferred. So the purpose of initialization key is to encrypt the parameters. Okay, encrypt the initialization parameters. So the key is derived from three parameters: a random number, an L byte pin code, and the Bluetooth device address. So here we will see there is a random number which is 128 bit, a pin that is 128 bit, that can be up to 128 to 16 byte, and the third one is Bluetooth device address. Okay, these three parameters are used for fed to E22 algorithm, and initialization key is generated. Third step എന്ന് പറഞ്ഞാൽ generation of combination key. സോ ഇപ്പോൾ ഡിവൈസ് എയും ഡിവൈസ് ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേഡ് കീ ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് അറിയാം രണ്ട് ഡിവൈസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. സോ രണ്ട് ഡിവൈസും ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാം. നമുക്കിവിടെ പിക്ചർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ഡിവൈസ് എയുടെ റാൻഡം നമ്പർ ജനറേറ്റർ ഉണ്ട്, LK റാൻഡ്. ദെൻ ഡിവൈസ് എയുടെ അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഫെഡ് ടു E21 അൽഗോരിതം. E21 അൽഗോരിതം നമുക്ക് LKA കിട്ടും. അതുപോലെ തന്നെ ഡിവൈസ് ബിയുടെ റാൻഡം നമ്പർ ജനറേറ്റർ ആൻഡ് ഡിവൈസ് ബിയുടെ അഡ്രസ്സ്. ഓക്കെ, അപ്ലൈ E21 അൽഗോരിതം, വി വിൽ ഗെറ്റ് LKB. ഈ രണ്ട് വാല്യൂം കൂടെ എക്സോർ ചെയ്യുക, വി വിൽ ഗെറ്റ് KB. സോ രണ്ട് സൈഡിലും ഈ പ്രോസസ് നടക്കുന്നുണ്ട്. രണ്ട് ഡിവൈസും ഈ നമ്പർ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. റാൻഡം നമ്പറും ഡിവൈസ് അഡ്രസ്സും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് KAB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റെപ്സ് നമുക്കൊന്നുകൂടെ വായിക്കാം. ഈച്ച് ഡിവൈസ് ജനറേറ്റ് റാൻഡം നമ്പർ, ദെൻ യൂട്ടിലൈസ് E21 ടു ജനറേറ്റ് LKA, LKB. LKA കിട്ടണമെങ്കിൽ E21 LK റാൻഡം നമ്പർ ബ്ലൂടൂത്ത് ഡിവൈസ്, then KAB is calculated by XORing LKKA and LKKB. So this is how to generate a combination key. Next step is authentication. Here we have device A and device B. They have a common link key for authentication, and as usual authentication is performed using a challenge response, which is checked through a two-step protocol using symmetric secret key. Here we have a device A, which is the verifier, and device B, which is the claimant. B claims that it knows the secret key of device A, and how it is performed is that device A sends a challenge response to device B. Device B, utilizing this key, should respond to that challenge response. If it is correct, device A will device A will authenticate device B. So this is how authentication is performed between two devices. So we have the address of B key and a random response. It is sent to device B. Okay, device B should respond with an authentication cipher offset. If the challenge response is accepted, authentication is confirmed. So here is the Bluetooth device 1, which is the claimant, and Bluetooth device 2, which is the verifier. We have E1 algorithm for performing link key authentication on both sides. Here is a radio interface which separates device A and device B. The complete step we can summarize here. Verifier, this is the claimant. Claimant will send the Bluetooth device address. Verifier will send the random number. Claimant should respond to that using a challenge response. If it is success, authentication is approved. Here device address, random challenge and authentication response are public, and the link key is secret, which is shared between two devices. Next is generation of encryption key. The fourth step
out an authentication cipher offset that along with the link key and a random number gives an encryption key. That encryption key, device address and a clock signal is used to generate the cipher text, and finally for the encryption we are using the cipher text 96 bit cipher text, and the data on XOR we will get the encrypted data. So for both sides we are using the same cipher key. So these are the 7 steps involved in Bluetooth security. This Bluetooth security even has certain problems. First one is the pin. The pin is the only secret used for key generation, and this pin is not transferred by wireless communication. And in many applications the pin is a relatively short string of numbers. So that is first drawback. Then encryption key length is negotiable in the case of Bluetooth. And E0 stream cipher algorithm is very weak. Unit key share can lead to eavesdropping. Device authentication is simple. Shared key challenge response. End-to-end security is not performed in Bluetooth technology. Then security services are limited. Strength of the challenge response pseudo random generator is not known. Then device address validation. The address are not validated, though therefore address can be spoofed. This is similar to IP address spoofing. So these are the drawbacks of Bluetooth security.